ഈ വേലിക്കൽ പുറകം മതിയോ ചന്ദ്രികേ? എന്തോ ഞാൻ നിന്റെ അച്ഛനെ വന്ന് കണ്ട് പെണ്ണ് ചോദിക്കുന്നു. അങ്ങേരെ എനിക്ക് കെട്ടിച്ചു തരില്ല എന്ന് പറയുന്നു. ഞാൻ നിന്നെ വന്ന് വിളിച്ചാൽ കർഷകനാണേ, അത് ഓർക്കണം. വില കൂടിയ കാറൊന്നും കാണൂല, ആഭരണം, വില കൂടിയ വസ്ത്രം ഒന്നും പ്രതീക്ഷിക്കണ്ട. നല്ല കലർപ്പില്ലാത്ത ഫുഡ് ഉണ്ടാവും. നല്ല കറക്റ്റ് അരി, പച്ചക്കറി, ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ. പട്ടിണി കിടക്കൂല. ദീർഘായുസോടെ ഭക്ഷണം കഴിച്ച് സന്തോഷമായി ജീവിക്കാം. പോരുന്നോ? പോരും. പരിസരം നിറഞ്ഞിട്ടുള്ള ശൃംഗാരാണല്ലോ. ഞാൻ കാണുന്ന കാര്യം അവരറിയുന്നില്ല. ആയിക്കോട്ടെ, അവനങ്ങട് കെട്ടിച്ചു കൊടുത്തൂടെ? ഒരു ദുസ്വഭാവം ഇല്ലാത്ത ചെക്കനാ. അവൻ നല്ലവനൊക്കെയാ എനിക്കറിയാം, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നാലും ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൻ നല്ലൊരു കൃഷിക്കാരനാണ്. മോള് പട്ടിണി കിടക്കുന്ന ഉറപ്പാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കാനഡക്കാരനെ കാത്തിരിക്കാവൂല്ലേ? അതൊന്നും നടക്കില്ല കേട്ടോ. അവൻ ഏതെങ്കിലും മതാമയെ കെട്ടി ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ. അവളല്ല പറഞ്ഞത്. അവൻ വന്ന് വിളിച്ചാ അങ്ങോട്ട് ഇറങ്ങി പോകുന്നല്ലേ പറഞ്ഞത്. അങ്ങോട്ട് പോട്ടെ. അങ്ങനെയൊക്കെയാ ജീവിതത്തിനൊരു വാശിയും ലക്ഷ്യബോധമൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോൾക്ക് തന്നെയല്ലേ നന്മ. അങ്ങനെ വാശി പിടിപ്പിക്കുന്നടി ആണുങ്ങളെ. അപ്പൊ ഒരു വാശിയോട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കും. നിങ്ങളുടെ ഒരു കാര്യം, എന്തിനാ ചേട്ടാ വെറുതെ ആ പാവങ്ങളെ കഷ്ടപ്പെടുന്നത്? എതിർപ്പില്ലെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുത്തൂടെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വാശി കയറ്റാനാണ് പോലും. കഷ്ടമുണ്ട് പൊന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ.